everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. എന്റെ പൊന്ന് ത്രേസ്യ, നിങ്ങൾക്ക് വിചാരം എന്താ? ആ കൊച്ചിന് ഇപ്പൊ തന്നെ കെട്ടുപ്രായം കഴിഞ്ഞില്ലേ? ഇനിയും അതിനിങ്ങനെ വെച്ചോണ്ടിരിക്കുക. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ ചേച്ചി, പെണ്ണ് സമ്മതിക്കണ്ടേ കല്യാണത്തിന്? അതുമല്ല, നല്ല ആലോചനകളൊന്നും ശരിയാവണില്ല. എന്നാ എന്റെ കുടുംബത്തിലൊരു ചെക്കനുണ്ട്, നല്ല പയ്യനാ. ചെക്കന് ജോലി അങ്ങ് അമേരിക്കയിലാണേ. തള്ള രാവിലെ തന്നെ എത്തിയാ? ഇതിന് എന്താണാവോ എന്നെ കെട്ടിക്കാഞ്ഞൊരു ഇത്ര ബുദ്ധിമുട്ട്? പോരട്ട തള്ള. ആ മോളെ പറ്റിയാ ഞങ്ങളിപ്പൊ പറഞ്ഞേ. വലിയ കാര്യേ. എന്ത് മോളെ? അല്ല ആന്റി എപ്പോ വന്നു? ദേ ഇപ്പൊ എത്തിയേ ഉള്ളൂ. ഞാൻ ത്രേസ്യയോട് പറയായിരുന്നേ, മോൾക്ക് ഇപ്പൊ തന്നെ 24 വയസ്സായില്ലേ. ഇപ്പൊ തന്നെ കെട്ടുപ്രായം കഴിഞ്ഞു. കുറച്ചും കൂടി കഴിഞ്ഞാ കിളവിയാവും. അതിനു മുമ്പ് കെട്ടുന്നതല്ലേ നല്ലത്. അപ്പോ ആന്റിയുടെ മോളും കിളവിയായല്ലേ? ഇനി എങ്ങനാ ചേച്ചിക്ക് നല്ല ആലോചന വരും? ആന്റി സങ്കടപ്പെടണ്ട. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കെയർ ഓഫില് ഒരു ചെക്കനുണ്ട്. ചെക്കനെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കിളവൻ. ഒരു 50 വയസ്സ് പ്രായമേ ഉള്ളൂ. ചേച്ചി ഇപ്പൊ എന്തായാലും കിളവിയായില്ലേ. അങ്ങയുടെ ഭാര്യ എന്തോ മരിച്ചതാ. 2 കുട്ടികളുണ്ട്. അങ്ങേർക്ക് താല്പര്യം ഒരു 32 വയസ്സുള്ളവരെയാ. ചേച്ചിയാവുമ്പോ കറക്റ്റ് മാച്ച് ആവും. എന്താ അമ്മ? മോൾക്ക് പോവാൻ സമയായില്ലേ? മോള് പോവാൻ നോക്ക്. അല്ല മമ്മ, നമുക്ക് ഈ കല്യാണക്കാരെ തീരുമാനിച്ചിട്ട് പോവാ. മോള് പൊക്കോ, മോക്ക് നല്ല തിരക്കുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല ആന്റി, നമ്മുടെ ചേച്ചിയുടെ കാര്യല്ലേ, നമ്മുടെ ചേച്ചിക്ക് വേണ്ടിയല്ലേ. ഞാൻ എന്റെ തിരക്കങ്ങ് മാറ്റി വെച്ചോളാം. ഹലോ, എവിടെടി? ഞാനിവിടെ പുറത്തുണ്ട്. ഞാനിപ്പോ വരാം. ഇവിടെ മോളി ആന്റി ഉണ്ട്. ഞാൻ ആന്റിയുമായി ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാ. അയ്യോ, ആ തള്ളണ്ട അവിടെ. ആ തള്ള പുറത്തേക്ക് വരുന്നതിന് മുമ്പ് മോളൊന്ന് ഇറങ്ങി വന്നേ. ഞാനിപ്പോ വരാം. മോള് വേഗം ചെല്ല്. മോളിപ്പൊ തന്നെ ലേറ്റായെന്ന് തോന്നുന്നു. ആന്റി, നമുക്ക് പിന്നെ കാണുമ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കാവേ. മോളെ. എന്നോടാ തള്ളയുടെ കളി. എന്താണ് ഏഷ്ണിക്കാരിയുടെ ഇന്നത്തെ വരവിന്റെ ഉദ്ദേശം? കല്യാണക്കാര്യം അല്ലാതെ എന്ത്? ഈ തള്ളക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ എന്തേ ഉള്ളിലോട്ട് കയറാഞ്ഞേ? എന്നിട്ട് വേണേ എന്നെയും കൂടി പിടിച്ചു കെട്ടിക്കാൻ പാരട്ട തള്ള. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാ? നമ്മുടെ സ്ഥിരം പ്ലേസിലോട്ട്. അപ്പൊ ഇവയോ? അവളങ്ങ് എത്താന്ന് പറഞ്ഞു. അവളെവിടെടി? അവള് വന്നോളൂ. നീ ആ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു നോക്കിയേ. എന്താ കാര്യം? എടുത്തു നോക്ക്. നിന്റെ കൂടെ ജിയുണ്ടോ? ഉണ്ട്. നീ എടുത്തു നോക്ക്.
ഞാനിപ്പ എത്തും. എന്താടി അവള് പറയുന്നേ? അറിയില്ലടി, അവള് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാനാ പറയുന്നേ. അതെന്തേന്? പാപം, അറിയില്ല. നീ കരയല്ലേ? ഇല്ലടി, അവനും ബ്രേക്കപ്പ് ചെയ്തു പോയപ്പോഴും ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവനെന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന്. അവന്റെ സാഹചര്യം കൊണ്ട് അവനെന്നെ ബ്രേക്കപ്പ് ചെയ്തെന്നൊക്കെ. പക്ഷെ എല്ലാം ഞാൻ വെറും മണ്ടി അല്ലേടി. അവനോടൊന്ന് പോവാൻ പറ. അവനേക്കാൾ നല്ല പയ്യനെ കെട്ടി അവന്റെ മുമ്പിലൂടെ ഫാഷൻ പരേഡ് നടത്താൻ വേണ്ടേ? അല്ലാതെ ഇതൊരുപോലെ ചന്ദനമഴ സീരിയലിലെ അമൃതയെ പോലെ. എവിടെ പോയി പയ്യൻ ചെയ്യാ? അവൻ പോയ അവന്റെ ഏട്ടൻ എന്ന് പറയുന്നവളാണോ ഭർത്താവേ ഈ കിടന്ന് മൂന്നേ? ഒന്ന് പോടി. ഹായ് ഗായ്സ്, നിങ്ങളെന്താ ഇവിടെ? ആദി, താനോ? ഞങ്ങളിവിടെ കാട് വെട്ടാൻ ഇറങ്ങിയതാ. ഇവൾക്കൊന്നൊരു മാറ്റം ഇല്ലടേ. മാറിയത് മുഴുവൻ നിങ്ങളൊക്കെയാണല്ലോ. മിണ്ടാതിരിക്കടി. തനിക്ക് സുഖാണോ? സുഖം. നിങ്ങളുടെ 3 പേരുടെ മാരേജ് ഒക്കെ കഴിഞ്ഞോ? ഇല്ലടാ. അതെന്താടോ താനിപ്പോഴും അവനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണോ? അവനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കാൻ അവനെന്താ ഹൃത്തിക് റോഷനാ? ഏയ്, ഞാനൊരു തമാശ പറഞ്ഞതാണോ? ഓ, തമാശിച്ചതായിരുന്നോ? ഇതെന്താടോ ഒന്നും സംസാരിക്കാത്തേ? ഏയ്, ഒന്നുമില്ല. എന്ത് പറയുന്നു? വൺ ഓഫ് ദ ഫേമസ് പോപ്പ് സ്റ്റാർ ജെവിൻ ജേക്കബ്. അറിഞ്ഞായിരുന്നു അവന്റെ മാരേജ് ഒക്കെ ഉറപ്പിച്ചത്? ആര്? ചെവിയോ? അവനുമായിട്ട് ഇപ്പൊ വലിയ ടച്ചില്ലടോ. അവൻ വലിയ സ്റ്റാറൊക്കെ ആയില്ലേ. അപ്പൊ അവനക്ക് തോന്നിക്കാണും എന്റെ സ്റ്റാൻഡേർഡിന് ഞാൻ ചേരില്ലെന്ന്. അപ്പൊ ഇവള് മാത്രല്ല, ഇവനെയും തേച്ചു അർത്ഥം. ജിയ, താനൊന്ന് എന്റെ കൂടെ വരുമോ? എന്ത് കാര്യായാലും താൻ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞോ? അത് ഇവരുടെ മുമ്പിൽ നിന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് വീട്ടില് കല്യാണം ആലോചിക്കുന്നുണ്ട്. അയിന്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് തന്നെ കെട്ടിയാ കൊള്ളാമെന്നുണ്ട്. ആഹാ, ഇത് കൊള്ളാലോ. ജെവിൻ പോയ അവന്റെ ഫ്രണ്ട് അതാതി അവിടെ ആലോചിച്ച് പറയൂ. ആദ്യം നീ ഇന്ന് നമ്പർ കൊണ്ടാ. എന്നാ ശരി ജിയ, ആലോചിച്ചിട്ട് വിളിക്കണേ. നീ ആരോട് ചോദിച്ചിട്ടാ നീ അവനോട് അങ്ങനെ പറഞ്ഞേ? എന്നോട് ചോദിച്ചിട്ട് ഈ പുല്ല് ഡീ, അവൻ പോയ അവന്റെ ഫ്രണ്ട് അങ്ങനെ ചിന്തിക്ക്. അതേടി, ഇവൻ അവന്റെ ഫ്രണ്ട് അല്ലായിരുന്നു. അപ്പൊ നിങ്ങളെ മാരേജ് അവൻ എന്തായാലും അറിയും. നിങ്ങളെ പ്രേമം കൊണ്ട് കൂടുതലുള്ളതിന് അവർക്ക് എടുത്ത് വലിച്ചെറിയാൻ തോന്നണം. ഓ, ഓരോ കണ്ടുപിടുത്തായി ഇറങ്ങിക്കോളും. നിങ്ങൾക്കൊന്ന് പോയേ. നീ തിരക്കിലാണോടി? എന്താ ചായ, തിരക്കാണോ എന്നൊക്കെ ചോദിച്ചു വരുന്നേ? അല്ല, നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടാറില്ല. എന്നെയാണോ അതോ നിന്നെ? ഞാൻ 24 മണിക്കൂറും വെറുതെ ഇരിപ്പ. എന്നാ 24 മണിക്കൂറുള്ള റെസ്റ്റ് നമുക്കങ്ങ് വെട്ടിക്കുറക്കാ. ഇച്ചായനെന്താ പറഞ്ഞു വരുന്നേ? ജോലിക്ക് കയറാൻ. എനിക്ക് നമ്മുടെ ഓഫീസിൽ കയറാൻ താല്പര്യമില്ലേ ചായ. എന്നാ നീ നമ്മുടെ ഓഫീസിൽ കയറണ്ട. പിന്നെ ഏകദേശം നിന്റെ പാഷനുമായി ബന്ധപ്പെട്ട ജോലിയാ. ചായ ഒന്നുമില്ലെങ്കിലും PK ഗ്രൂപ്പ്സിന്റെ അനന്തരാവകാശിയല്ലേ? അല്ല, ഇത് പറ, എന്തായിട്ടാ ജോബ്? അത് ഞാൻ പറയില്ല. നീ അവിടെ ചെല്ലും പറഞ്ഞാ മതി. നാളെ എന്റെ ഡ്രൈവർ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് അലക്സ് പറഞ്ഞിട്ട് വന്നതാ എന്ന് പറഞ്ഞാ മതി. എന്തായാലും താങ്ക് യു ചായ.
സ്ഥലമെത്തി. ഇത് ഇത് JJ എന്റർടൈൻമെന്റ്സ് അല്ലേ? അതെ മാം, ഇവിടെ ഇറക്കാനാ സാറ് പറഞ്ഞേ. ഓക്കെ, എന്നാ താൻ പൊക്കോ. എന്റെ കർത്താവേ, ഇത് ആ ജെവിൻ വർക്ക് ചെയ്യുന്ന എന്റർടൈൻമെന്റ്സ് അല്ലേ? ഇവിടെ എന്തായിട്ടാണാവോ? ഇനി വല്ല ക്ലീനിങ് സ്റ്റാഫും? എന്റെ പൊരട്ട ഏട്ടനല്ലേ ആള്, പറയാൻ പറ്റില്ല. എക്സ്ക്യൂസ് മീ, ഹൗ ക്യാൻ യു ഹെൽപ്പ് യു മാം? ഇവിടെ ഇപ്പം എന്താ ചോദിക്കുക? അത് ഓ വെയിറ്റ്, വൺ മിസ് ജിയ കുര്യൻ. ആ അതെ, 2nd ഫ്ലോർ ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് റൂം, അവിടേക്ക് ചെന്നാൽ മതി മാം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ മാം. മേ കമ്മിങ് മാം? യെസ് കമ്മിങ്. ഹു ആർ യു? ഞാൻ അലക്സ് സാറ് പറഞ്ഞിട്ട്. ഓ, അലക്സ് പറഞ്ഞിട്ട് വന്ന കുട്ടിയാണോ? ഇരിക്കൂ. താങ്ക് യു മാം. ഇഫ് യു ജോൺ മൈ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിച്ചോളൂ. താൻ അലക്സിൻ്റെ ഗേൾഫ്രണ്ട് ഓർ എനിത്തിങ് എൽസ് റിലേഷൻ? ഞാൻ അലക്സിൻ്റെ പെങ്ങളാ. വാട്ട്, താനാണോ ജിയ? തനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടായിട്ടാണോ ഇവിടെ വന്ന് ബാങ്കിൻ്റെ മാനേജറാണുള്ള ആവശ്യമൊക്കെ ഉണ്ടോ? ആക്ച്വലി ഈ സിംഗിങ് ഡാൻസിങ് ഒക്കെ എൻ്റെ പാഷനാണ്. എന്തായാലും അലക്സിൻ്റെ പെങ്ങളാ വരുന്നെന്ന കാര്യം അവൻ എന്നോട് പറഞ്ഞില്ല. എനിവേ, നൈസ് ടു മീറ്റ് യു. ഐ ആം ലിസ. ഹായ് മാം, ഐ ആം ജിയ കുര്യൻ. എൻ്റെ പൊന്നു കുഞ്ഞെ, നീ എന്നെ മാമ എന്നൊന്നും വിളിക്കണ്ട, എന്നെ ചേച്ചി എന്ന് വിളിച്ചോ. ഒന്നുമില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ഏറ്റുമ്മ ആവാനുള്ളതല്ലേ. എന്ത്? ഏയ് നത്തിങ്. നീ അപ്പുറത്തെ റൂമിലേക്ക് ഇരുന്നു, അവിടേക്ക് വരും നിനക്കുള്ള ആളുകൾ. ഓക്കെ, ശരി. എന്നാ ഞാൻ പോയിട്ട് വരാം ഏടത്തിയമ്മ. എല്ലാം കേട്ടല്ലേ, നല്ല വ്യക്തമായിട്ട്. Bring the action. ഹലോ, താനിത് ഏത് ലോകത്താടോ? ഓക്കെ ഗായ്സ്, ദിസ് ഇസ് ജിയ, നിങ്ങളുടെ ന്യൂ മാനേജറാണ്. ഹലോ ജിയ. ഹായ് സർ. താൻ എന്നെ സാറെന്ന് വിളിക്കണോ? ഇച്ചായാന്നോ രവിയെന്നോ നിനക്ക് ഇഷ്ടമുള്ള വിളിച്ചോ. എന്നാ നിങ്ങൾ പരിചയപ്പെടും, ഞാൻ പോട്ടെ. ജിയ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഞാൻ ഇസാക്ക്. ഞാൻ ആരോ. എന്റെ പൊന്നോ, എനിക്ക് നിങ്ങളൊക്കെ അറിയാലോ, നിങ്ങളെ വലിയ സെലിബ്രിറ്റീസ് അല്ലേ. ബൈ ദ ബൈ, കുട്ടി സിംഗിളോ അതോ കമ്മിറ്റഡോ? ഞാൻ സിംഗിൾ ആണോ? സിംഗിളോ? നോ വേ, അത് ചാൻസേ ഇല്ല. അവളെത്ര ഭംഗിയായിട്ടാ കള്ളം പറയുന്നേ. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാ, നാളെ കാണാം. ഡാ മതിയടാ, അതിനെ നോക്കി വെള്ളാർക്കിയേ. ഐ ലൈക്ക് ഇറ്റ്. ഇവനിതെന്ത് പറ്റി ആർക്കറിയാം.
സാറിന്റെ കയ്യിന്ന് വിട്. അല്ല, സാർ എന്തൊക്കെയാ ഈ പറയുന്നേ? ഡി കൂടുതലങ്ങ് പൊട്ടം കളിക്കല്ലേ. സാർ എന്തൊക്കെയാ ഈ പറയുന്നേ? സാറിന് ഇതിനു മുമ്പ് എന്നെ അറിയോ? ഡി കൂടുതൽ കിടന്നങ്ങ് അലറണ്ട. തന്റെ നല്ല ഇമേജ് അല്ല ഡാമേജ് ആവും. ഞാനിവിടെ വർക്ക് ചെയ്താലില്ലെങ്കിലും തനിക്കെന്താണോ? നീ ഞങ്ങളുടെ മാനേജറായി ഇവിടെ വർക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇവിടെ എന്നല്ല, ഞാനുമായുള്ള ഒരു കാര്യങ്ങളിൽ പോലും നീ ഇൻവോൾവ് ആകരുത്. ആയ ഈ ചെവിനെയല്ല പിന്നെ നീ കാണുന്നത്. വെള്ളം വേണോ? ഇത്രയൊക്കെ വാചകം അടിച്ചല്ലേ? ഇതുവരെ ഈ ജോലിക്ക് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം എന്താണെന്നറിയോ? തന്നെ പോലെയുള്ള ഫ്രോഡിന്റെ മാനേജർ ആവേണ്ടി വരുന്നത്. ഇനി നീയല്ല, നിന്റെ ഒപ്പൻ ജേക്കബ് വന്ന് പറഞ്ഞാലും ഈ ജോലിയിൽ നിന്ന് ജിയ മാറില്ല. ഡി അപ്പോ പോട്ടെ ജെവിൻ സാറേ. ഇത്രയും തരം താഴ്ന്നവനെയാണോ കർത്താവേ ഞാൻ സ്നേഹിച്ചേ? ഡി എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നന്നായിരുന്നു. ബട്ട് ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നവും? ആ ചട്ടിക്ക് എന്തിന്റെ കേടാ? ഡി നീ എന്തായാലും അവിടെ തന്നെ വർക്ക് ചെയ്യണം. എന്നിട്ട് അവന്റെ മുമ്പിൽ നിന്ന് തന്നെ നീ നന്നായി ജീവിച്ച് കാണിക്കണം. ആടി ബൈ ദ ബൈ, ബാക്കി മെമ്പേഴ്സിന് പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ആവശ്യമുണ്ടോ? ഏയ് വാക്കൻസി ഇല്ലാന്ന് തോന്നുന്നു. അവരുടെ ക്ലീൻ സ്റ്റാഫ് ആയാലും മതി. ഭയങ്കര ഫോൺ വിളിയാണല്ലോ. ആരാടിയത്? അതോ ഇത് അവള് മാറയിച്ചാ? നീയൊന്നും ചത്തില്ലേടി. ആട്ടെ, എന്തായിരുന്നു ചർച്ചാ വിഷയം? പെങ്ങളുടെ തേപ്പിന്റെ പ്രതികാരം. എന്നാ ശരിയടി, ഞാൻ പിന്നെ വിളിക്കാവേ. എന്താടി ഒരു കള്ളലക്ഷണം? ആർക്ക് കള്ളലക്ഷണം? അത് ചായന് തോന്നിയതാ. അല്ല അതൊക്കെ പോട്ടെ, എന്താണ് ലിസ ചേച്ചിയായിട്ട്? ലിസയുമായിട്ട് എന്ത്? ഒന്നുമില്ല. നീ എന്താടി പറയുന്നേ? കാര്യം തെളിച്ചു പറ. ഇച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടോന്നറിയില്ല, ബട്ട് അവിടുന്നുള്ള ഇൻകം ഇങ്ങോട്ട് പാസ്സാവുന്നുണ്ട്. അവള് അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, ഞാൻ എന്റെ അഘോരമായ ബുദ്ധിയിൽ കണ്ടുപിടിച്ചതാ. അയ്യോ, അവളുടെ ഒരു അകാരമായ ബുദ്ധി. കിടന്നുറങ്ങാൻ നോക്കടി. കാത്ത് വെച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയാലറിയൂ, കാക്ക കൊത്തിപ്പോയാലറിയൂ. എന്ത്? അല്ല, സൂക്ഷിച്ച ദുഃഖിക്കേണ്ട. കിടന്നുറങ്ങാൻ നോക്കടി കുരിപ്പേ. മേ ഐ കമിങ്? കമ്മിങ്. ആ, ഇതാര്? നമ്മുടെ പുതിയ മാനേജറോ? பல பிம்பம் அதில் நான் சாயத்தோடில்லையே, உன் போல யாரும் இல்லையே. தீரானதி நீதானடி, நீந்தாமல் நான் மூழ்கி போனேன். நீதானடி வானில் மதி, நீ அல்ல நான் தானட்டேன். താൻ എവിടെ നോക്കിയാടോ നടക്കുന്നേ? മേമാണ് എന്നെ ഇങ്ങോട്ട് വന്ന് തട്ടിയേ. ആര് തട്ടിയാലും സേ സോറി ടു മീ. സൗകര്യമില്ല. ഈ ഒന്ന് പോടി പെണ്ണുമ്പിള്ള, രാവിലെ തന്നെ പുട്ടിട്ടിറങ്ങിക്കോളും. ഐ വിൽ ഷോ യു. നീ ഷോയോ റിഹേഴ്സലോ എന്താന്ന് വെച്ച് കാണിക്കേ. ഈ പുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ.
ഞങ്ങളുടെ പുതിയ മാനേജറാ. മാനേജറായിരുന്നു. അവളുടെ അഹങ്കാരം കണ്ടാൽ തോന്നും ഇത് അവളുടെ ഓഫീസാണ്. ശരിയാക്കി തരാം. പേര് ഈ കുട്ടി. ലെവന്റെ ഫിയാൻസിയോ? ഓ, എന്തൊരു ചേർച്ച. കോപ്പാണ്. നിനക്ക് ആ ഡോറൊന്ന് നോക്ക് ചെയ്തിട്ട് കയറി വരാൻ അറിയില്ലേ? അല്ല, ഇത് നിങ്ങളുടെ പേഴ്സണൽ റൂമാണോ എന്ന് നോക്കിയതാ. നോക്കൊക്കെ ചെയ്ത് കയറി വരാൻ. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങി. അവൾക്ക് അങ്ങനെ തന്നെ വേണം. ജിയ, എന്താ സർ? എനിക്ക് തരുന്ന അതേ റെസ്പെക്റ്റ് അവൾക്കും നീ കൊടുക്കണം. ഞാൻ നിങ്ങളുടെ മാനേജറാ, അല്ലാതെ അവളുടെ അല്ല. സാറിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അവൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു മാനേജറാന്ന് നിർത്തിക്കോ. അല്ല പിന്നെ എന്നോട് അക്കാളി. എന്റെ ബുക്ക് ഇവിടെ എവിടെയാ വെച്ചായിരുന്നല്ലോ. ലിസൺ ഗായ്സ്, ഇന്ന് 11:30-ക്കാണ് DK ഗ്രൂപ്പ്സുമായിട്ടുള്ള മീറ്റിംഗ്. എല്ലാവരും നന്നായി പെർഫോം ചെയ്യുക. ഇത് നിങ്ങളുടെ ഗോൾഡൻ ചാൻസ് ആണ്. ഈ മീറ്റിങ്ങിന് അലക്സിച്ചാൻ സമ്മതിച്ചത് തന്നെ ഞാൻ പറഞ്ഞിട്ടാ. വന്നു പിശാശ്. എപ്പോ? ഈ പിശാശിനെന്താ ഇവിടെ കാര്യം? ഓഹ്, അതൊന്നും പറയണ്ട. ഇവിടുത്തെ ഒരു ഷെയർ ഹോൾഡറിന്റെ മോള ഈ യൂദാസ്. അതുമല്ല, അലക്സിച്ചാനുമായിട്ട് എൻ്റെ ചേച്ചിയുടെ മാരേജ് ഉറപ്പിക്കാൻ പോവുകയാണ്. അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആടി, ഞാൻ കെട്ടിപ്പിക്കാം. അതും അവളെ. അതും ഞാനിവിടെ പനപോലെ നിൽക്കുമ്പോൾ. ഞാനും അലക്സിച്ചായൻ്റെ പെങ്ങളുമായി ഭയങ്കര ഫ്രണ്ടാ. വെറും ഫ്രണ്ടല്ല, ബെസ്റ്റ് ഫ്രണ്ട്. ആണോടി? അവൾക്കെന്താ നിന്നോടൊരു ദേഷ്യം? എന്നോട് വന്ന് എന്തൊക്കെയാ പറഞ്ഞു? അവൾ എന്നെ ചൊറിഞ്ഞു, ഞാൻ തിരിച്ചങ്ങ് മാറി. അത്രേ ഉള്ളൂ. നിങ്ങൾ തമ്മിലെന്താ ഒരു ചർച്ച? അലക്സ വരുമ്പോ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതാ. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എന്നാ ഞാൻ അങ്ങ് പോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ചേച്ചി പറഞ്ഞ ആ ഫയൽ എടുത്തുകൊണ്ടാ ഞാനും വരുക. വാ. എടാ, നീ വരുന്നോ? നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേഗം വാ. ഞാനും വരാം, എനിക്കും ഭയങ്കര വിശപ്പേ. ചേട്ടകൾ എന്നെ ഒറ്റയ്ക്ക് പോയി. I like this project. എന്നാ ഓക്കെ, ഞാൻ ഇറങ്ങുവാ. ദീ പെണ്ണേ. എന്താ ചായ? അതിന് നീ ഏതാ? ഞാൻ ജോസഫ് അങ്കിളിന്റെ മോള് ജെന്നിഫർ. പിന്നെ ഡീ കൊച്ചെ, ഇന്നെങ്കിലും അവൾമാരുടെ കൂടെ കറങ്ങാതെ നേരത്തെയും കാലത്തൊക്കെ വീട്ടിൽ കയറിക്കോണം. എന്റെ പൊന്നോ, അതൊക്കെ കയറിക്കോളാവേ. കർത്താവാണ് സത്യം. ഇന്നും കൂടെ കയറിയില്ലെങ്കിൽ അമ്മച്ചി നിന്റെ കാലൊടിക്കുമെന്നാ പറഞ്ഞേ. ഇച്ചായ? ഇതലക്സിച്ചായന്റെ ആരാ? എന്റെ പെങ്ങളാ. പെങ്ങളോ? പറ പെണ്ണേ, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്? അതൊക്കെ സർപ്രൈസ് ആണ് എന്റെ ചക്ക. ചെവി. നീ എന്താ ആലോചിച്ച് നിൽക്കുക? ഏയ് നാത്തി. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാ. എന്നാ ഞാൻ പോവാണേ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടതോ? ജിയ, നീ ഒന്ന് എന്റെ കൂടെ വന്നേ. ആദി, അവനെന്തിനാ ഇവളുടെ ഫോണിലേക്ക് വിളിക്കുന്നേ? ഹലോ ജിയ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? താൻ ആലോചിച്ചോ? എനിക്കറിയാം നിന്റെ മനസ്സിലിപ്പോഴും ആ ചെവിയാണെന്ന്. ഹലോ, താൻ എന്താണോ ഞാൻ ചോദിച്ചതൊന്നും മറുപടി പറയാത്തേ? ഹലോ ജിയ, ഇവനിതെന്തൊക്കെയാ പറയുന്നേ? താൻ എന്താടോ എന്റെ ഫോണുമായി നിൽക്കുന്നേ?
അത് ഇതെനിക്ക് ഇവിടുന്ന് കിട്ടിയതാ. എനിക്ക് എവിടെയാ തെറ്റുപറ്റിയേ? ആദിയോടും അപ്പനോടും ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവളുടെ മാരേജ് ഓൾറെഡി ഫിക്സായി എന്നാണല്ലോ. ബട്ട് ആദി, അവൻ ഇന്ന് അവളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത്, നീ എന്താടാ ഈ ചിന്തിക്കുന്നേ? ഏയ് നത്തിങ് മാൻ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നിനക്ക് ജിയെ മുന്നേ അറിയോ? അല്ല, നീ അവളോട് കാണിക്കുന്ന ദേഷ്യം കണ്ടപ്പോൾ തോന്നി നിനക്ക് അവളെ നേരത്തെ അറിയാമെന്ന്. അതുമല്ല, നീ ഒരാളോടും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടില്ലല്ലോ. അറിയാം, എനിക്ക് നന്നായി അറിയാം. ഹീസ് മൈ എക്സ് ഗേൾഫ്രണ്ട്. എക്സ് ഗേൾഫ്രണ്ട്? ബട്ട് എൻ്റെ മനസ്സിലിപ്പോഴും അവളാടാ. ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ എനിക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. നീ കഥ പറ. അതൊക്കെ ലോങ് സ്റ്റോറിയാടാ. നീ ചുരുക്കി പറയടാ. BMS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ ബാംഗ്ലൂർ. അവിടെ വെച്ചാ അവളെ ഞാൻ ആദ്യമായി കാണുന്നത്. ഞാൻ ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കാം. നിങ്ങൾ ഉള്ളിൽ കയറി ഞാൻ വെച്ചിട്ട് വാ. ഓക്കെ, ഡൺ. ഇവരിതെന്താ ബെഞ്ച് പണിതിട്ടാണോ കോപ്പി വെക്കുന്നത്? നീ ഏതാടി? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഉള്ളത്. എവിടെ ഉള്ളത്? ഇവിടെ അടുത്ത്. എന്ത്? ഏയ് ഒന്നുമില്ല. ഡീ ഓടി രക്ഷപ്പെട്ടോ. A few minutes later. എന്താടി ദേ അവിടെ ഒരു ചേട്ടൻ. എന്നിട്ട് അങ്ങേര് നിന്നെ കണ്ടോ? കണ്ടു. നമ്മുടെ സീനിയർ വല്ലതും ആണോ? അല്ലടി, ഇതിനു മുമ്പ് ഞാൻ ആളെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. കാണാൻ എങ്ങനെയാ? കാണാൻ നല്ല കടുങ്കാപ്പി കണ്ണ്, നല്ല വെളുത്ത നിറം, ചോര ചുണ്ടുകൾ. കാണാൻ എന്ത് സുന്ദരനാന്നറിയോ? അത്രക്ക് ഭംഗിയുണ്ടോ? നല്ല ഭംഗിയാ. എന്നാ നിനക്കങ്ങ് കയറി കിസിക്കൂടായിരുന്നോ? ഇനി അതും കൂടി ഉള്ളു തലേ വരാൻ. കിസ്സാണൊന്നും നേരില്ലായിരുന്നടി. അപ്പൊ നമുക്ക് രക്ഷപ്പെടണ്ടേ? വേഗം വാ, തിരിച്ച് ഹോസ്റ്റലിൽ കയറണ്ടേ? എന്റെ കാലി. എന്നാലും ഏതാ പിശാശ്? എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി എക്സാം? എന്തായാലും നിങ്ങൾ പൊട്ടും. അതങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. പേപ്പർ കിട്ടട്ടെ, എന്നിട്ട് പോലെ ഈ വീമ്പ് പറയലൊക്കെ. ഡി കെവിൻ ചേട്ടൻ സസ്പെൻഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതാ വരുന്നു. ഓ, അവളുടെ ഒലിപ്പീരി കണ്ടാ തോന്നും അവളെ കാമുകനാ വന്നെന്ന്. എന്തായാലും നീ വാ, നമുക്കും ആളെന്ന് കാണാം. എന്തായാലും കോളേജ് ഹീറോയൊക്കെ അല്ലേ. വാ. ഇവനോ?
ഇത് ലവളല്ലേ? ഡാ, ആ ബ്ലാക്ക് ചുരിദാറിട്ട കുട്ടിയില്ലേ, അവളെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അതെന്തിനാടാ? സ്പാർക്ക് അടിച്ചോ? സ്പാർക്കല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞ പണി അങ്ങ് ചെയ്യേ. ഓ ഓ, എന്ത് ഭംഗിയാലാ ചേട്ടനെ കാണാൻ. ആ ചേട്ടനെന്താ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നേ? ഇവളുടെ ഉള്ള കിളിയും പോയാ? ഡീ, എന്താ മോളെ, സ്പാർക്ക് അടിച്ചാ? ഡീ, ആ ചേട്ടനെ എനിക്കറിയാം. എങ്ങനെ? ഇന്നലെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ ഈ ചേട്ടനെ? അവനാത്. അപ്പോ ആ നടത്തം നീ ചവിട്ടി കാലൊടിച്ചതാണാ? ആണെന്ന് തോന്നുന്നു. വാവ്, വാട്ട് എ വണ്ടർഫുൾ. ഇതും കൂടി ഉണ്ടായിരുന്നുള്ളൂ ഇനി തലയെ വരാൻ. അതുമായി. എന്തായി ആ കൊച്ചിന്റെ ഡീറ്റെയിൽസ്? ഏത് കൊച്ചിന്റെ? ഞാൻ രാവിലെ പറഞ്ഞേ. ഞാൻ പറയാൻ മറന്നു. അവളുടെ പേര് ജിയ. ഈടെ ഫസ്റ്റ് ഇയറാ. അവളുടെ കൂടെ കണ്ടില്ലേ 2 വാലുകള്? അതവളുടെ കസിൻസാ. അവളെ കുറിച്ച് അത്രേ അറിയൂ. നീ എന്തായി കുരുപ്പേ ഈ ചിന്തിക്കുന്നേ? അല്ല, ഇനി അടുത്ത പണി ഏത് വഴിയാ വരുന്നേന്ന് അത് നീ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ ഈ പരട്ട സ്വഭാവം എന്ന് മാറ്റുന്നുവോ അന്നേ നമുക്ക് പണി വരുന്ന വഴി കുറയുള്ളൂ. ഇനി എക്സാമിന് അന്നേക്ക മാർക്ക് കുറയോ നമുക്ക്? ഏയ്, കുറഞ്ഞാലോ? നമുക്ക് അവളുടെ എക്സാം പേപ്പർ അടിച്ചു മാറ്റിയാലോ? ഇതുവരെ വന്ന പണി മതിയാവാഞ്ഞിട്ടാണോ ഇനി അടുത്തത്? വേണ്ടല്ലേ? Sit down. Then നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? സർ, ഇന്നലെ എഴുതിയ എക്സാമിന് പേപ്പർ കിട്ടിയില്ല. ഓ, പേപ്പർ കിട്ടുന്ന എന്താ അവള് ശുഷ്കാന്തി. എടി, നമുക്കെന്താ പേപ്പർ തരാത്തെ? നമ്മള് ഫെയിലായോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പിന്നെ എന്താ പേപ്പർ കിട്ടാത്തെ? ഒന്നും മിണ്ടാതിരിക്കും പിശാചുക്കളെ. ഇനി നമ്മുടെ ക്ലാസ്സിൽ സെക്കൻഡ് പൊസിഷൻ ആരാണെന്ന് അറിയോ? ആരാ ആരാ ആരാ? അല്ല, ഇനി ഞാനായിട്ട് ആരാന്ന് പറയണത് ഓർക്കണ്ട. അന്ന, 15 out of 45. അപ്പൊ ഫസ്റ്റ് 3 പേരുണ്ട്. ജിയ, ഇവ, യുൻജി. ദേടി, നമ്മള് നിങ്ങൾക്ക് 3 പേർക്കും എങ്ങനെയാ ഒരേ മാർക്ക് കിട്ടിയേ? അത് ഞങ്ങളെ കസിൻസ് അല്ലേ, അതായിരിക്കും. അതുമല്ല, ഞങ്ങളുടെ 3 പേരുടെ ബുദ്ധിയും ഒരുപോലെയാ. അതെ, മന്ദബുദ്ധി. നീ എന്താ ചിന്തിക്കുന്നേ? എന്നാലും ബാക്കി 4 മാർക്ക് എവിടെ പോയി? ഓ, അവളുടെ ഒരു മാർക്ക്. ആ അണ്ണയും നമ്മളും തമ്മില് 1 മാർക്കിനെ വ്യത്യാസമുള്ളൂ. എന്നിട്ട് എവിടെ തമ്പുരാട്ടി? നമുക്ക് മാർക്ക് കൂടുതലാന്ന് കേട്ടപ്പോ തമ്പുരാട്ടി ഇറങ്ങി ഓടി. ചേട്ടന് ഫുഡ് വേണോ? വേണ്ട. വേണ്ടല്ലോ. വേണ്ടാന്ന്. വേണ്ടെങ്കിൽ അപ്പുറത്തെ ടേബിളിൽ പോയിരുന്നൂടെ? അല്ലാതെ ഞാൻ ഫുഡ് കഴിക്കണ വയ നോക്കിയിരിക്കണ? എന്താടാ? എന്താ ചേട്ടാ ഇവിടെ ഒരു പ്രശ്നം? ഉണ്ടംപൊരി. ഡീ, എന്താടി നീ ആരാ ഇവിടെ പ്രശ്നം തീർത്തു കൊടുക്കുന്നവളോ? അല്ല, എക്സാം റിസൾട്ട് വന്നതിന് ശേഷം
നിന്നെ അവിടെ ഒന്നും കണ്ടില്ലല്ലോ കൊച്ചേ. ആക്ച്വലി ഇവിടെ എന്താ പ്രശ്നം? എന്റെ പൊന്ന് ചേട്ടാ, നിങ്ങളിത് കേൾക്കണം. എക്സാമിന് ഇവരേക്കാ മാർക്ക് കുറഞ്ഞ ഞങ്ങൾ തലമുട്ടടിക്കണമെന്ന്. ഞങ്ങള് അവളേക്കാൾ മാർക്ക് കൂട്ടി വാങ്ങി. അപ്പം മുതൽ ഇവൾ അവിടെ നിന്ന് മുങ്ങിയതാ. ഇവൾക്ക് ഞങ്ങൾ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കണ്ടേയോ ചേട്ടാ? പിന്നെ കൊടുക്കണ്ടേ? അത് ചേട്ടൻ നിങ്ങൾ വന്നേ, എനിക്ക് കുറച്ച് പേഴ്സണലായി സംസാരിക്കാനുണ്ട്. സത്യം പറയടി, നീ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കാനല്ലേ ക്ലാസ് റൂമിൽ കയറിയേ? അയ്യോ, ഞാനോ? ക്ലാസ് റൂമിലല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോയിക്കണേ. ഏതെങ്കിലും പിന്നെന്തിനാടി നീ ക്ലാസ് റൂമിൽ കയറിയേ? അത് വെറുതെ ക്ലാസ് റൂമിക്കൊന്ന് കാണാൻ. ഓ, രാത്രി 12 മണിക്കാണോടി നിനക്ക് ക്ലാസ് റൂം കാണാൻ ആഗ്രഹം? നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെയും അവളുമാരെയും ഇവിടെ രാത്രി വെച്ച് കണ്ട കാര്യം ഞാൻ പ്രിൻസിയോട് പറയും. അയ്യോ പറയല്ലേ. പിന്നെ ഞാൻ കോപ്പി വെക്കാൻ കയറിയതാ. നീ ഞാൻ ഉദ്ദേശത്തിലും തറയാണല്ലോടി. എന്തായാലും കൊള്ളാം. അത് ഓരോ ജീവിത സാഹചര്യങ്ങൾ മൂലം. അതൊക്കെ പോട്ടെ, ഇത് ഞാൻ ആരോടും പറയാതിരുന്ന എനിക്കെന്താ ഉപകാരം? ചോദിക്കുന്ന എന്തും തരും. ചോദിക്കുന്നത് എന്തും തരുമോ? ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ വിളിക്കുന്ന എങ്ങോട്ടായാലും നീ വരണം. അതെന്തിനാ? വരുമോ ഇല്ലയോ? ഞാൻ വരാം. എന്നാ ഒക്കോ. എന്താണ് മോനെ ഒരു ചിരിയൊക്കെ? എന്തേ, സ്പാർക്കാണോ? ആണെന്ന് കൂട്ടിക്കോ. എന്റെ കർത്താവേ, ആരെ ഈ പറയുന്നേ? എന്നിട്ട് നീ അവളോട് പറയുന്നില്ലേ? സമയാവട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓ, എന്നെ ഇത്ര പെട്ടെന്ന് മറന്നോ? ഓ നാശ, വിളിച്ച കാര്യം പറഞ്ഞിട്ട് വെച്ചിട്ട് പോടാ പട്ടി. ഇതിനെ ഞാനെങ്ങനെ വളക്കാനാ എന്റെ കർത്താവേ? ഡി ഞാൻ കെവിനാ. അയ്യോ, കെവിൻ ചേട്ടനായിരുന്നോ? ഇന്ന് കറക്റ്റ് 8:30 കോളേജില് പാർക്കിംഗ് സൈഡിൽ നിന്നെ കണ്ടിരിക്കണം. അതെന്തിനാ? പറഞ്ഞതങ്ങ് കേട്ടാ മതി. ഓക്കെ. എഴുന്നേറ്റ്. ഓ എന്താടി നാശമേ. കെവിൻ ചേട്ടനില്ലേ, അങ്ങേരെ വിളിച്ചിരുന്നു. ഇന്ന് 8:00 കോളേജിലെത്താൻ പറഞ്ഞേക്കുവാ. എന്തിന്? ആർക്കറിയാ? നിന്നല്ലേ വിളിച്ചേ, നീ പോയിട്ട് വാ. അതന്നെ, ഞാനിപ്പോ പോയില്ലെങ്കിലേ ആ ചേട്ടൻ പ്രിൻസിയോട് ചെന്ന് പറയും കോപ്പി വെക്കാൻ പോയ കാര്യം. അതിനവൻ നിന്നല്ലേ കണ്ടേ. ഞാൻ പറയുന്നത് മുഴുവനങ്ങ് കേക്കുമോളെ എന്നങ്ങ് പറഞ്ഞു തോരക്ക്. അപ്പോ എന്നെ പിടിച്ചാ സ്വാഭാവികമായും നിങ്ങളെയും ഞാൻ ഒറ്റും. പട്ടി ചെറ്റ. എന്നാ പോവല്ലേ? നടക്കങ്ങ്. ഓ, ഇങ്ങനെ ഇവിടെ പോയി കിടക്കാം പണ്ടാറടങ്ങാനായിട്ട്. വാ, അങ്ങോട്ട് പോയി നോക്കാം. ദേ അവരവിടെ. എന്താ ചേട്ടാ കാണണമെന്നൊക്കെ പറഞ്ഞേ?
ഒരു കാര്യമുണ്ട്. ചെല്ലക്കുട്ടീസ്, അവർ സംസാരിക്കട്ടെ, നമുക്കങ്ങ് കുറച്ച് ദൂരെ മാറി നിൽക്കാം. എന്ത് ചാലക്കുടിയാ? അല്ലടി ഇപ്പൊ പതിയാത്ര. കുഞ്ഞിങ് വാ, നമുക്കങ്ങ് കുറച്ച് മാറി നിൽക്കാം. നിന്റെ പേരെന്താ? അപ്പോ ചേട്ടൻ പേരറിയാതെയാണോ ഇത്രയും നേരം സംസാരിച്ചേ? നീ പേര് പറ. ജിയ. വീട്ടില് ആരൊക്കെയുണ്ട്? വീട്ടില് എല്ലാവരും ഉണ്ട്. എന്താണ് ചേട്ടാ ഒരു സംതിങ്? എന്ത്? അങ്ങനെ ഒന്നുമില്ല. ഞാനൊരു കോഴിയൊന്നും അല്ല കേട്ടോ. ഞാൻ ചേട്ടൻ കോഴിയാണെന്നും പറഞ്ഞില്ല. അതല്ല, വെറുതെ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ടല്ലോ. പച്ചമാങ്ങ എവിടെടി? അവിടെ. നിങ്ങൾക്ക് മാങ്ങ വേണമെങ്കിൽ ഞാൻ പറിച്ചു തരാം. ശരിക്കും പറിച്ചു തരുമോ? പിന്നല്ലാതെ, ശരിക്കും ഞാനൊരു സംഭവാ. ഞാന് ഷോർട്ട് പുട്ടിലൊക്കെ ഫസ്റ്റ്. നിന്റെ ഹോബി എന്താ? എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. സെയിം പിച്ച്. ഞാൻ കേട്ടായിരുന്നു സിംഗർ ജെമിനെ കുറിച്ച്. നീ ഓടിക്കോ, തേടിച്ചുകൂടി. A few moments later. എന്റെ കണ്ണ്. ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചേ? Flashback. ആദ്യായിട്ടാ ദാ അങ്ങോട്ട് നോക്കിയേറി. ചേട്ടൻ ഇങ്ങനെ ഇറങ്ങിട്ടാണോ ഷോർട്ട് പുട്ടില് ഫസ്റ്റ് കിട്ടിയേ? ഒന്ന് മിണ്ടാതിരിക്ക് കൊച്ചേ, എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു. അയ്യോ, ഓടിക്കോ തേനീച്ച. ആരുടെയൊക്കെയോ ഭാഗ്യത്തിനാ നമുക്ക് കുത്തു കിട്ടാതിരുന്നത് അല്ലേ ചേട്ടാ? പിന്നെ നീ എന്നെ ദേവിൻ ചേട്ടാ എന്ന് വിളിക്കണ്ട. പിന്നെ ഞാനെന്ത് വിളിക്കാനാ? ചായ എന്നോ ഇച്ച എന്ന് വിളിച്ചോ. അയ്യേ ക്രിഞ്ച്. മനദൂരം ഒരു കായം എണ്ണാത നാളില്ലയേ, നാനാക നാനുമില്ലയേ. വഴിയെങ്കും പല ബിംബം, അതിൽ நான் சாயத்தோடில்லையே, உன் போல யாரும் இல்லையே. தீரானதி நீதானடி, நீந்தாமல் நான் மூழ்கி போனேன். நீதானடி வானில் மதி, நீ அல்ல நான் தானே. ഇവരിങ്ങനെ സംസാരിക്കുന്നോണ്ട് നമുക്ക് നല്ല ലാഭം. എന്തു ലാഭം? നമ്മളെ അവരുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കാനാണെങ്കിൽ നമുക്ക് അവൻ ഫുഡ് വാങ്ങി തരണ്ടല്ലോ. അത് സത്യം. ഇച്ചായന്റെ ക്ലാസ് കഴിഞ്ഞാ ഇനി എന്താ പ്ലാൻ? എനിക്ക് ഈ ലോകം അറിയപ്പെടുന്ന ഒരു സിംഗർ ആവണം. എന്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം. കൊള്ളാലോ ആഗ്രഹം. ഇച്ചായന്റെ ആഗ്രഹം എന്തായാലും നടക്കും. ഞാൻ വളച്ചുകെട്ടില്ലാതെ ഒരു കാര്യം പറയാം. ഇച്ചായൻ പറ. നിനക്കറിയാലോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. നിനക്കും തിരിച്ചങ്ങനെ ഉണ്ടെന്നാണ് എന്റെ വിചാരം. ഞാൻ പറഞ്ഞില്ലേ എന്റെ ആഗ്രഹം ഒരു സിംഗർ ആവുകയാണെന്ന്. നല്ലൊരു സിംഗർ എന്നാവുകയെന്ന് എനിക്കറിയില്ല. അതുവരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കാമോ? തീർച്ചയായും. ഹലോ ഇച്ചായ. ഇച്ചായൻ എന്താ ഫോൺ എടുക്കാത്തേ?
ഏയ് നത്തിങ്. ഞാൻ നിനക്ക് പിന്നെ വിളിക്കാം. ആദിച്ചായ, എന്താടി, എന്തു പറ്റി? രവി ഫോൺ എടുത്തില്ലേ? എടുത്തു. പിന്നെന്താടി നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തേ? അത് പിന്നെടി, ഇച്ചായ കുറച്ച് ദിവസമായി എന്നെ വല്ലാണ്ട് അവോയ്ഡ് ചെയ്യുന്നു. ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല. അഥവാ എടുത്താലോ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ. അതവൻക്ക് തിരക്കായത് കൊണ്ടായിരിക്കും. ഹലോ ഇച്ചായ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ജംഗ്ഷൻ അടുത്തുള്ള കഫേയിലേക്ക് പോണം. എന്താ ഇച്ചായ പറ്റിയേ? എന്ത് കോലായത്? ഇച്ചായ എന്ത് പറ്റി? എനിക്ക് ഇനി ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല. ഇച്ചായനെന്താ തമാശ പറയാണോ? നോ, ഐ എം സീരിയസ്. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് പരിഹരിക്കാം. അല്ലാതെ നീ ബ്രേക്കപ്പ് ഒന്നും പറയലേ. ജിയ, എനിക്ക് നീ വെറും ടൈം പാസ് ആണ്. ഇപ്പൊ എനിക്ക് ഇതിന് താല്പര്യമില്ല. അപ്പൊ ഓക്കെ, ഗുഡ് ബൈ. നീ എന്താടാ അവളുടെ ഫോൺ എടുക്കാത്തെ? എനിക്ക് വയ്യടാ, മതിയായി. പാട്ടും കൂത്തും വീട്ടിൽ നിന്ന് പ്രഷർ എല്ലാം കൂടെ. ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിന്റെ അവളുടെയും നല്ലതിന് വേണ്ടിയാ. നീ അവളെ ബ്രേക്കപ്പ് ചെയ്താലോ? ഡാ, നീ നീ എന്താ പറഞ്ഞേ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. കോളേജ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇതിന്റെ ഇടയിൽ നീ എവിടെയെങ്കിലും എത്തിയോ? നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നീ അവളുടെ ഭാവിയും കൂടി നോക്കണ്ടേ? എനിക്കറിയില്ലടാ എന്താ ചെയ്യണ്ടെന്ന്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സോറി ജിയ, ഇതല്ലാതെ നിന്റെ മുന്നിൽ വേറെ വഴിയില്ലടി. ഞാൻ കാരണം നിന്റെ ഭാവി കൂടെ. നീ പറഞ്ഞു വരുന്നത് ആദി ഇതിന്റെ ഇടയിൽ കളിച്ചെന്നാണോ? അറിയില്ലടാ. നീ ഈ ഫീൽഡിൽ സക്സസ് ആയതിനു ശേഷം അവളെ കുറിച്ച് അന്വേഷിച്ചില്ലേ? ആടാ, ഞാൻ ആദിയോട് പറഞ്ഞിരുന്നു അന്വേഷിക്കാൻ. അവനന്ന് പറഞ്ഞത് അവളുടെ മാരേജ് ഉറപ്പിച്ചിരിക്കുകയാണെന്ന്. വേറെ ആരോടെങ്കിലും? അപ്പനോടും പറഞ്ഞിരുന്നു. അപ്പയും ഇത് തന്നെയാ പറഞ്ഞേ. നീ ആദ്യം നിന്റെ അപ്പനെയും ആ ആദിയെയും ചെന്ന് കൊടൈ. അപ്പറിയാം സത്യം. ഇവന്റെ തലക്കാരെങ്കിലും അടിച്ച. ഡാടാടാ, ചുമ്മാ ഇരി. ഇവൻക്ക് എന്ത് പറ്റി? ഇവന്റെ ഒരു പിരി ലൂസായ. A few moments later.
അയ്യോ വെക്കാതിരി, ഇത് ഞാനാ. മര്യാദക്ക് എന്നെ വിട്ടോ. ഇല്ലെങ്കിൽ ഇനി എന്നെ ഉപദ്രവിച്ച് മതിയായില്ലേ നിനക്ക്? അത് ചെയ്യാ, ഞാനെല്ലാം പറയാം. താൻ ഇനി ഒന്നും പറയണ്ട. ഓ, ഇപ്പൊ എന്നെ സമ്മതിക്കില്ല ഇവളെ ഇന്ന് ഞാൻ. ജെവിൻ, ഓ, എല്ലാം നശിപ്പിച്ചു. ഇവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? you cheat. നീ ഇങ്ങനത്തവളാന്ന് ഞാൻ കരുതിയില്ല. ജെനിഫർ, ഇവളെ എന്റെ പെണ്ണാ. അപ്പൊ ഞാനോ? നീയോ? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്? അല്ലെങ്കിൽ പോട്ടെ, നിന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? പിന്നെ എന്തടിസ്ഥാനത്തിലാടി ഞാൻ നിന്നെ ചീറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ മാരേജ് പബ്ലിക്കായി അനൗൺസ് ചെയ്തതല്ലേ? ഞാനാണോ പബ്ലിക് അനൗൺസ് ചെയ്തത്? ഞാൻ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ. നിന്നെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് എനിക്കറിയാം. അതിപ്പോ ഇവളെ കൊന്നിട്ടായാലും. ഇവളെ ദേഹത്ത് ഒരു പോറലെങ്കിലും തട്ടിയാ പിന്നെ നീ ജീവനോടെ കാണില്ല. എന്താടാ ഇവിടെ നടക്കുന്നേ? അല്ല, ഇവിടെ കയറി വന്നപ്പോ എന്തായിരുന്നു? ഈ കൊച്ചേ നിക്കടി. ഓടാ പട്ടി. ഇവിടെ ശരിക്കും എന്താ നടക്കുന്നേ? ഓ, എന്നാലും ജീവനെങ്കിലും എങ്ങനെയെങ്കിലും വളക്കാന്ന് കരുതിയതാ. ഡാ അവള് വന്നപ്പോ മുതലുള്ള നിന്റെ ഇളക്കം ഞാൻ കണ്ടതാ. കൂടുതൽ അങ്ങോട്ട് ഇളകണ്ട. ഹലോ, നീ എവിടെയാ? ഞാനിവിടെ കമ്പനിയിലാ. നീ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വാ. ആരാടാ? അപ്പനാ? എടാ, പ്രശ്നമായി കാണോ? പ്രശ്നാവണല്ലോ. എന്നാ ഞാൻ പോവാ, നാളെ കാണാം. ബായ്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എന്താണ് പ്രത്യേകിച്ച്? ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വന്നതാ. മോനെ കാത്തിരിക്കായിരുന്നു പറയാൻ. അവൻ വന്നല്ലോ, ഇനി താൻ പറയടോ. അത് പിന്നെ മോൾ അടുത്ത ആഴ്ച അമേരിക്കയിലേക്ക് പോവാ. അവള് പോയ ഇനി 1 year കഴിഞ്ഞിട്ട് നാട്ടിലേക്കുള്ളൂ. അപ്പോ പോകുന്നതിന് മുമ്പ് കുട്ടികളെ കെട്ടങ്ങ് നടത്തിയാലോ? ഒരാഴ്ച എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്കൊന്നല്ലേ ഉള്ളൂ. അപ്പോ വലുതാക്കി കഴിക്കണം എന്നാ. എന്തായാലും സാരില്ല, നമുക്ക് നടത്തിക്കളയാം. എന്താടാ ചെവി നിന്റെ അഭിപ്രായം? അയ്യോ, ഇതിലായിട്ട് എന്തിനാ ഞാൻ അഭിപ്രായം പറഞ്ഞേ? അതും അപ്പനങ്ങ് തീരുമാനിച്ചോ? അപ്പൻ തന്നെ അങ്ങ് കെട്ടിക്കോ. അതാവുമ്പോ അമ്മച്ചിക്കൊരു കൂട്ടാവുമല്ലോ. ചെവി കിടന്നലറണ്ട. ഞാൻ അപ്പനോട് പറഞ്ഞതല്ലേ എനിക്കൊരു കുട്ടിയെ ഇഷ്ടാണെന്ന്. ഡാ മോനെ, ഞാൻ അവളെ കുറിച്ച് അന്വേഷിച്ചു. അവളൊരു ഫ്രോഡാണ്. അവളുടെ സ്വഭാവം നിനക്കറിയില്ല. അപ്പനോട് ഇതാര് പറഞ്ഞു? അത് ഉത്തരം കാണില്ല, കാരണം പറഞ്ഞത് ആദ്യാണല്ലോ. പറഞ്ഞത് ആദ്യമൊക്കെ തന്നെ. ഡാ, അവള് നിന്റെ സ്വത്ത് കണ്ടിട്ടാടാ നിന്റെ പുറകെ നടക്കുന്നേ. DK ഗ്രൂപ്പ്സിന്റെ അനന്തരാവകാശി ജിയാ കുര്യന് അതിന്റെ ആവശ്യമില്ല. നമ്മളെക്കാളേറെ സ്വത്ത് അവൾക്കുണ്ടപ്പാ. അവള് കുര്യന്റെ മോളാണോ? ഓഹോ, ഞങ്ങളെക്കാൾ സ്വത്തുള്ളവരെ കണ്ടപ്പോ
നിങ്ങൾ അങ്ങോട്ട് ചാടിയല്ലേ? എന്തായാലും കൊള്ളാം സ്വഭാവം. അത് ജോസഫേ, അങ്കിള് കൂടുതൽ നല്ല പിള്ള സമയണ്ട. അങ്കിളും അങ്കിളുടെ മൂത്ത മോളും കൂടെ ഓഫീസിൽ കാണിക്കുന്ന കൊള്ളരുതായ്മകളും ഒക്കെ എനിക്ക് നന്നായി അറിയാം. ആ വിവരം ഞാൻ പുറത്തു വിട്ട തീർന്ന് അങ്കിള് പടുത്തുയർത്തിയ സാമ്രാജ്യം. അത് മോനെ, അങ്കിള് പേടിക്കണ്ട. അങ്കിളിന് ഞാനൊരു ഓപ്ഷൻ തരാം. ഒന്നെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം, അല്ലെങ്കിൽ ഈ വിവരമെല്ലാം ഞാൻ പുറത്തുവിടും. എന്ത് വേണമെന്ന് അങ്കിള് തീരുമാനിക്കാം. ഞങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം. പപ്പ ഒന്ന് പോടി. ഇവനല്ലെങ്കിൽ വേറെ ചക്കര നോക്കാം നമുക്ക്. പക്ഷേ കമ്പനി തകർന്ന തെണ്ടേണ്ടി വരും നമ്മള്. ആ പിന്നെ അങ്കിൾ, മോളോട് പറഞ്ഞേക്ക് ഇനി എന്റെ കുറുകെ വരരുതെന്ന്. വന്ന എന്നാലും നിനക്കെങ്ങനെ അറിയാടാ അവന്റെ ഇല്ലീഗൽ ബിസിനസ്? എനിക്കൊന്നും അറിയൂല. പിന്നെ നീ എന്താടാ ഇവിടെ നിന്ന് പറഞ്ഞേ? അത് ചുമ്മാ ഒന്ന് എറിഞ്ഞതല്ലേ. എന്നാലും ആദ്യം എന്തിനാവും ഇച്ചായനോട് കള്ളം പറഞ്ഞേ? അവൻക്ക് അവളെ വേണം, അതിന് തടസ്സം ഞാനും. അവൻക്ക് കൊടുക്കാം ഞാൻ എന്റെ പെണ്ണിനെ. ഹലോ ഡാ ചെവി, ജിയെ കാണാനില്ല. നിന്നോട് താര പറഞ്ഞേ? ലിസ്റ്റ വിളിച്ചിരുന്നു, അവളാ പറഞ്ഞേ. എടാ, ഇതിനു പുറകിൽ ആരായിരിക്കും? ഇനി ജെന്നിഫർ ആണോ? ഏയ് ഒരിക്കലല്ല. എനിക്കറിയാം ആരാണെന്ന്. ആരാടാ? ആദി. അവനല്ലാതെ വേറെ ആരാ? ഇത് അവളുടെ വീട്ടിലറിഞ്ഞോ? ഏയ് ഇല്ലെന്നാ തോന്നുന്നേ. അവളുടെ ഫ്രണ്ട്സ് വിളിച്ച് ലിസയോട് അന്വേഷിച്ചതാ. അവളുടെ ഫോൺ ട്രേസ് ചെയ്തോ? ഏയ് ഇല്ലടാ. നീ ഒരു കാര്യം ചെയ്, നീ അബിയെ വിളിച്ച് അവളുടെ ഫോൺ ട്രേസ് ചെയ്യാൻ പറ. എന്നിട്ട് ലൊക്കേഷൻ എനിക്ക് സെൻഡ് ചെയ്യ്. ഹലോ ആദി, താനോ? അതെ, ഞാൻ തന്നെ. എനിക്ക് നിന്നെ മതി. തനിക്കെന്താടോ വട്ടാണോ? അതേടി, എനിക്ക് വട്ട് തന്നെയാ. നിനക്കറിയോ, ഞാൻ ആഗ്രഹിച്ച എല്ലാ അവളുമാരും അവൻക്ക് പുറകെ. അപ്പോ അവൻ ആഗ്രഹിച്ച നിന്നെ ഞാൻ സ്വന്താക്കണ്ടേ? താൻ എന്താ പറഞ്ഞു വരുന്നേ? അയ്യോ, അത് മോൾക്കറിയില്ലല്ലോ. സാരില്ല, ചേട്ടൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞിട്ടാടി അവൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്തേ. താൻ എന്താ പറഞ്ഞേ? ഈ ഫീൽഡിൽ നീ എവിടെയും എത്തിയിട്ടില്ല. നീ അവളുടെ ഭാവി കൂടെ ഇല്ലാതാക്കാണ്. അതുമല്ല, അവൻ ഇവിടെ സക്സസ് ആയ ശേഷം നിന്നെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. അതും എന്നെ മണ്ടൻ. ഞാൻ അവനോട് പറഞ്ഞു നിന്റെ മാരേജ് ഉറപ്പിച്ചെന്ന്. ഒരു ഉറപ്പിന് അവന്റെ തന്തയോട് നിന്നെ കുറിച്ച് കുറച്ച് അപവാദങ്ങളും. അതോടെയെല്ലാം അവസാനിച്ചെന്ന് കരുതി. പിന്നെ എന്റെ ആവശ്യം നിങ്ങൾ തമ്മിൽ കാണാതിരിക്കലായി. അതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ. കൊടുക്കില്ല അവൻക്ക് നിന്നെ ഞാൻ അത്രയ്ക്ക് മോഹിച്ചത്. ഡാ, നിനക്ക് പെണ്ണ് അല്ലേ? അവൻ ചത്തുപോകും. ഇങ്ങോട്ട് വാടാ. Jia, are you okay?
എന്നോട് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ ഈ പ്രശ്നങ്ങളെല്ലാം? അതൊക്കെ പോട്ടെ, എല്ലാം വിധി. ആ പട്ടി കാരണം നമ്മുടെ 4 വർഷം പോയത്. അതൊക്കെ പോട്ടെ, നീ ഇങ്ങ് വന്നേ. അതെ, നിങ്ങൾ ഇങ്ങോട്ട് വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? വാ പോവാ. രണ്ടു കൂട്ടർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് 1 മാസം കഴിഞ്ഞിട്ട് ഇവിടുത്തെ പള്ളി വെച്ച് മിന്നിയിട്ട് പിറ്റേ ദിവസം റിസപ്ഷൻ. എന്തു പറയുന്നു? ഞങ്ങൾക്ക് എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഓ, ഈ കിളവനോട് ഒരാഴ്ച എന്നല്ലേ ഞാൻ പറഞ്ഞു. താൻ പുറത്തേക്ക് വാട്ടാ. താരാ എന്താളിയാ സ്വയം നിന്ന് പെരുപെരുക്കുന്നു? ഒന്നുമില്ല. പിന്നെ എനിക്കൊരു കണ്ടീഷനുണ്ട്. ആ പറഞ്ഞോളൂ. ഈ 1 മാസം ഇവർ തമ്മിൽ കാണാൻ പാടില്ല. അളിയാ, വെറുതെ ഒരു മനസ്സുഖം. ആ ഈ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. ഞാനും നിങ്ങളോ വീട്ടിലോട്ട് ഓട്ടോ തോരാ. मुझको दे तुम मिट जाने, हम खुद से दिल मिल जाने, क्यों है ये इतना फासला, लम्हे ये फिर ना आने, इनको तू ना दे जाने, तू मुझ पे खुद को दे लुटा, दुआ भी लगे ना मुझे, तवा भी लगे ना मुझे, जब से दिल को मेरे तू लगा. ഈ ചെക്കൻക്കൊരു നാണവുമില്ല എന്റെ കർത്താവേ. ആ ഐസക് ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അലൻ ചേട്ടനെ കാണാനും ലുക്കാ. എനിക്ക് ഐസക് ചേട്ടൻ മതി. എനിക്ക് അലൻ ചേട്ടനും. അപ്പൊ ആരോണോ? അവനൊരു കോഴിയാ. അവനെ നമുക്ക് വായി നോക്കാം. നിങ്ങളുടെ വീതം വെക്കൽ കഴിഞ്ഞെങ്കിൽ നമുക്ക് മുന്നോട്ട് എഴുന്നള്ളിയാലോ. ഓ വലിയ പുണ്യാളത്തി. അവളുടെ കാര്യമൊക്കെ സെറ്റായപ്പോ നമ്മൾ പോകാം. दिल को करार आया, तुझ पे प्यार आया, पहली पहली बार आया, ओ यारा. സാരല്ലടി, ഞാനിവിടെ അടുത്തനല്ലേ. അതല്ലടി, നിന്നെക്കാ മുമ്പ് കെട്ടിപ്പോണെന്നാ വിചാരിച്ച. ഞാനിങ്ങനെ കെട്ടാച്ചരക്കായി നിൽക്കുമ്പോ നീ കെട്ടി പോവാൻ ഭയങ്കര നെഞ്ചുവേദനടി. നിങ്ങൾ അണിമൂന്ന് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ? പട്ടികളെ. നീ എന്താ ഈ കോലത്തില്? ഇതിനെന്താ കുഴപ്പം? അല്ല, സാരി വേണ്ടേ? എന്തിന്? അല്ല, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ആനാ മിണ്ടാതെ ആ പാലും കുടിച്ച് ലൈറ്റ് ഓഫാക്കി വന്ന് കിടന്നോണം. മോളെ ജിയ, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ പറയൂ. എന്റെ പാവി തൊളിയാതിരിക്കാൻ ഇട്ടേച്ച് പോയിരിക്കോ. മജത ലൈറ്റ് ഓഫാക്കി കിടക്കണം. ജിയ, മിണ്ടാടെ കിടക്കണം. അപ്പോ ആർമീസ്, നമ്മുടെ വൺ ഷോട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 2 months മുന്നേ അവസാനിക്കേണ്ടതായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞിനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഫ്രൈഡേ വരുമെന്ന്. അതെനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം ഇത് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ സിസ്സാണ് ഇത് ഡബ് ചെയ്ത് തരുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് ചെയ്യുന്ന ടൈമിൽ അവൾ 9 months പ്രഗ്നൻ്റ് ആയിരുന്നു. ഞാൻ പറയുന്ന വാക്ക് പാലിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പഠിച്ചോന്ന് ഇതും പാലിക്കണ്ടെന്ന് വിചാരിച്ചതാ. ഇത് അപ്ലോഡ് ചെയ്ത പിറ്റേ ദിവസം അവൾക്ക് ഡെലിവറി പെയിൻ വന്ന്
ഹോസ്പിറ്റലായി. പിന്നെ അങ്ങ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനായി, വാശിയായി, ദേഷ്യായി. ഇത് പറഞ്ഞു പോയ കണ്ടം വഴി ഓടിക്കലായി. ഇപ്പാണ് അവള് മെഞ്ചില് നോക്കിയത്. അപ്പൊ ശരി, അടുത്ത വൺ ഷോട്ടിൽ കാണാം.